ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഫ്ലവർ എംബ്രോയിഡറി ടെക്നിക്കാണ്. അതായത് ലേസി ഡേസി എംബ്രോയിഡറി സ്റ്റിച്ചിങ്ങിന്റെ ട്യൂട്ടോറിയലാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് പ്രധാനമായും വേണ്ടത് ആദ്യം തന്നെ നമുക്ക് എംബ്രോയിഡറി ഹൂപ്പ് വേണം, കോട്ടൺ ഫാബ്രിക്, അതുപോലെ എംബ്രോയിഡറി ത്രെഡ്. ഇത് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിച്ച എംബ്രോയിഡറി ത്രെഡ് ആണ്, ആങ്കറിൻ്റെതല്ല. പിന്നെ സ്കെയില്, ഹീറ്റ് റൈസബിൾ പെന്ന്, ഇത് പ്രോ സർക്കിൾ. ഈ പ്രോ സർക്കിൾ എന്ന് പറയുന്നത് ഒരു സ്കെയിൽ പോലെ തന്നെയാണ്. ഇതിൽ ഒത്തിരി സർക്കിൾ ഷേപ്പുകളുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തുള്ള ഷേപ്പുകൾ യൂസ് ചെയ്ത് ഡിസൈൻ വരും. ഇതെല്ലാമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ ലേസി ഡേസി മിക്കവാറും ചെയ്യുന്നത് ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പാറ്റേൺ വരയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെ ഹൂപ്പ് ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഔട്ടറിലുള്ള ബിഗ് സർക്കിളാണ്. ഇതിനകത്ത് ഫാബ്രിക് വെച്ച് ഇന്നറിനകത്തുള്ള ചെറിയ സർക്കിൾ വെക്കാം. അപ്പം അടിയിൽ വരുന്നത് വലിയ സർക്കിളും അകത്ത് വരുന്നത് ചെറിയ സർക്കിളും. ഇത് കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്യാം. ഇപ്പം ഇവിടെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വലിച്ച് ടൈറ്റാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡിസൈൻ വരയ്ക്കാം. ഇനി നമ്മുടെ പ്രോ സർക്കിൾ എടുക്കുക. പ്രോ സർക്കിൾ എടുത്തിട്ട് 2 സർക്കിൾ വരയ്ക്കുക. ഇതിനുശേഷം നമ്മൾ നമ്മുടെ സ്കെയിൽ വെച്ച് ഇതിപ്പം ഔട്ടറിൽ വലിയ സർക്കിൾ വരയ്ക്കുക. വലിയ സർക്കിൾ വെച്ച് ഔട്ടർ സൈഡ് വരയ്ക്കുക. ഇതിനകത്തുള്ള ചെറുത് സൂട്ടബിൾ ആയിട്ട് ഇന്നർ വരയ്ക്കുക. അതുപോലെ തന്നെ അതിലും കുറച്ച് താഴെയുള്ളൊരു സർക്കിൾ എടുത്ത് ഇവിടെ വരയ്ക്കുക. പിന്നെ അതിൽ നിന്നും കൂടെ കുറേ താഴെയായിട്ടുള്ള വേറൊരു സർക്കിൾ അകത്ത് വരയ്ക്കുക. അങ്ങനെ 2 സർക്കിളും വരച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലൊരു സ്കെയിൽ എടുത്ത് ഇതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. നമ്മൾ ആ ഡിസ്റ്റൻസിന്റെ യൂണിഫോമിറ്റി ഒരുവിധം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെറ്റൽസ് നമുക്ക് കിട്ടും. നമ്മൾ ഈ പടമെല്ലാം ഡിസൈനെല്ലാം വരച്ചതിന് ശേഷം ഇത് ഊരി ഇതിന്റെ പൊസിഷൻ മാറ്റുക. അതായത് അടിയിലിരിക്കുന്ന വലിയ സർക്കിൾ മുകളിലിരിക്കുന്ന ചെറിയ സർക്കിൾ താഴെയാക്കുക. കാണിച്ചു തരാം. ഇത് ഊരിയിട്ട് ഇപ്പൊ ഇത് ചെറിയ സർക്കിളാണ്. ഇത് താഴെ വെച്ചിട്ട് മുകളിലുള്ള വലിയ സർക്കിൾ വെച്ച് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഡിസൈൻ ഒന്നും കൂടെ കടും കളറിലാക്കാം, നല്ല കട്ടിക്ക് വരയ്ക്കാം. നമ്മുടെ ഇഷ്ടം പോലെ. ഇത് ഹീറ്റ് റൈസബിൾ പെൻ ആയതുകൊണ്ട് തന്നെ കട്ടിക്ക് വരച്ചാലും അല്ലാതെ വരച്ചാലും നമുക്കത് ചൂടാക്കുമ്പോൾ തന്നെ മാഞ്ഞോളും. ഇവിടെ ടൈറ്റാക്കി വെക്കുക. ഇനി നമുക്ക് നൂലെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡാർക്ക് പിങ്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു കൈ നീളത്തിൽ ഊരിയെടുത്തിട്ട് ഈ സെറ്റ് ഊരിയെടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. 6 ത്രെഡുകളുടെ ഇഴയാണിത്. അത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇത് 4 ഇഴയുള്ള എംബ്രോയിഡറി ത്രെഡാണ്. ഇവിടെ ഞാൻ നീഡിൽ കോർക്കാനായിട്ട് ഈ നീഡിൽ ത്രെഡർ യൂസ് ചെയ്യുന്നുണ്ട്. ആണലിൻ്റെ അറ്റത്തേക്ക് കൊടുത്ത് ആദ്യം നമ്മൾ ഇതകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേ ഹോളിൽ ഈ ത്രെഡ് ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വലിച്ച് ഈ തുളയിലൂടെ എടുക്കുക. സോ ഇപ്പൊ 4 4 8 ഇഴകളാണ് ഈ എംബ്രോയിഡറി ത്രെഡിലുള്ളത്. നല്ല കട്ടിയിൽ നമ്മൾ എംബ്രോയിഡറി ത്രെഡ് എടുത്താൽ നല്ല കട്ടിയിലുള്ള പെറ്റൽസ് നമുക്ക് ലേസി ഡേസി കിട്ടും. എന്നാൽ കട്ടി കുറയുന്നതനുസരിച്ച് ലേസി ഡേസിയുടെ പെറ്റൽസിന് വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിരിക്കും.
നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഡേസിയുടെ എംബ്രോയിഡറി സ്റ്റിച്ചിങ് നമുക്ക് ഫ്ലവറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ അറ്റം വരുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ സെൻട്രൽ പോർഷൻ. നമുക്ക് ആദ്യം അടിയിൽ നിന്ന് മുകളിലോട്ട് കൊടുത്തിട്ട് വീണ്ടും അതേ പോയിന്റിൽ തന്നെ കുത്തുക. അപ്പോൾ ഇതൊരു ചെയിൻ പോലെ വന്നിട്ടുണ്ട്. കാണാലോ അല്ലേ? ചെയിൻ പോലെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേന്ന് നീഡിലെടുത്ത് ഈ അറ്റത്തുള്ള ഇതില് മുകളിലോട്ട് കയറ്റി ഇത് വെച്ചിട്ട് കവർ ചെയ്ത് നമുക്ക് ഈ ത്രെഡുകളുടെ റിങ്കിൾസ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇതിങ്ങനെ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ റിങ്കിൾസ് എല്ലാം മാറിപ്പോകും. അത് കഴിഞ്ഞ് നമ്മളിത് വലിച്ചതിന് ശേഷം ഇത് പുറത്ത് വന്നിട്ട് താഴോട്ട് കുത്തി ഇത് ഫിക്സ് ചെയ്യാം. അടുത്തത് കുത്തുക. ഒരു മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ത്രെഡുകൾ വളഞ്ഞോ തിരിഞ്ഞോ പ്രോപ്പർ അല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവലായി കിട്ടും. നിങ്ങൾക്ക് ഈ ഡേസിയുടെ എംബ്രോയിഡറി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.